ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. മുട്ടയും പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് സ്കൂളിൽ കൊടുത്തിടാനും പറ്റും. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ പൊട്ടറ്റോ വളരെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി പൊട്ടറ്റോ എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു സോഫ്റ്റ് ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പൊട്ടറ്റോ എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ പൊട്ടറ്റോ എടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയത് മനസ്സിലാവും. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഈ സവാളയും ഒരു 1-2 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഞാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പൊട്ടറ്റോ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി മുട്ട ഒരു ഫോർക്കോ അല്ലെങ്കിൽ എഗ് ബീറ്ററോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഇതിന് പകരമായിട്ട് മുളക് പൊടി അല്പം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സിന് പകരം നമുക്ക് പച്ചമുളകും ചേർക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈങ് പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഈ ബട്ടറിന് പകരമായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെയും പൊട്ടറ്റോയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്ര വലുപ്പത്തിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ റൗണ്ടായിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് നേരം ഇതൊന്ന് വേവിക്കാം. അപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ടാവും. ഇനി അടുത്ത സൈഡും കൂടെ വേവിക്കാനായിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇത്രയും വലിയ റൗണ്ട് ആക്കുവാണെങ്കിൽ ഇത് മറിച്ചിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിൽ ഉണ്ടാക്കുക. ഞാൻ ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗവും 1 മിനിറ്റ് നേരത്തോളം ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എഗ്ഗും പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു വിടാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക.